ഹായ് ഹലോ മൈ ബ്യൂട്ടിഫുൾ സോൾസ്. നമസ്കാരം. ഇന്ന് പൗർണമി ദിവസമാണ്. എനർജി വേരിയേഷൻ നടക്കുന്ന ഈ ഒരു സമയത്ത് നിങ്ങളുടെയും നിങ്ങളുടെ വ്യക്തിയുടെയും കറന്റ് ഫീലിംഗ് എന്താണെന്ന് നമുക്ക് നോക്കാം. ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നത് എങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളുടെ എനർജി ഈ ഒരു റീഡിങ്ങിലേക്ക് കണക്ട് ചെയ്യുക. നിങ്ങൾ ഒരുപാട് സ്നേഹിക്കുന്ന ആ ഒരു വ്യക്തിയുടെ മുഖം നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരിക. അവരുടെ പേര് ഒരു 3 പ്രാവശ്യം മനസ്സിൽ പറയുക. നിങ്ങൾ ഒരുമിച്ച് പങ്കിട്ടതും നിങ്ങൾ എപ്പോഴും ഓർക്കാൻ ഇഷ്ടപ്പെടുന്നതുമായിട്ടുള്ള അവരോടൊന്നിച്ചുള്ള ആ ഒരു സുന്ദര നിമിഷങ്ങൾ നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരിക. വളരെ പോസിറ്റീവായിട്ടിരിക്കുക. ആദ്യം നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ കറന്റ് ഫീലിംഗ് എന്താണ്. വന്നിരിക്കുന്ന കാർഡ് ദ 10 ഓഫ് പെന്റക്കിൾസ് ആണ് ഫസ്റ്റ്. നിങ്ങൾ ആഗ്രഹിക്കുന്നത് ഒരു സ്ഥിരതയുള്ള സുരക്ഷിതമായ ഒരു ദീർഘകാല ബന്ധത്തെയാണ്. അതായത് നിങ്ങൾക്കൊരു ഹാഫ് ഹാർട്ടഡ് ആയിട്ടുള്ള ഒരു ബന്ധമല്ല താല്പര്യം, മറിച്ച് പൂർണ്ണമായ ഒരു ബന്ധം. ഇതൊരു ടെമ്പററി കണക്ഷനായിട്ട് നിങ്ങൾ കാണുന്നില്ല, പകരം ഒരു ഫോർ എവർ ഫീലിംഗ് ആണ് നിങ്ങൾക്ക് ഈ ബന്ധം. നിങ്ങൾ ഒരു വ്യക്തിയെ ഹൃദയത്തിലേക്ക് സ്വീകരിച്ചാൽ ആ ഒരു വ്യക്തിയെ ജീവിതത്തിലുടനീളം ഉൾക്കൊള്ളിച്ച് മുന്നോട്ട് കൊണ്ടുപോകും. നെക്സ്റ്റ് വന്നിരിക്കുന്ന 8 ഓഫ് കപ്സ് കാർഡ് സൂചിപ്പിക്കുന്നത് നിങ്ങളുടെ ഉള്ളിൽ വളരെ നിശബ്ദമായ വേദനയോടെ നടക്കുന്ന ഒരു യാത്രയെ സൂചിപ്പിക്കുന്നു. ഈ ഒരു ബന്ധത്തിൽ നിങ്ങൾ ഒരുപാട് അഡ്ജസ്റ്റ് ചെയ്ത് നിന്നിരുന്നു എന്ന് കാണിക്കുന്നുണ്ട്. സഹിച്ചു, അവരെ മനസ്സിലാക്കി, അവർക്ക് മാപ്പ് കൊടുത്ത് ഫോർഗീവ്നെസ് ഒക്കെ കൊടുത്ത് ഒരുപാട് സഹിച്ച് ഈ ഒരു ബന്ധം മുന്നോട്ട് കൊണ്ടുപോകാൻ നിങ്ങൾ ശരിക്കും പരിശ്രമിച്ചിട്ടുണ്ട്. എങ്കിലും നിങ്ങളുടെ ഒരു ആത്മാവ് പറയുന്നത് ഇതൊക്കെയാണോ ഞാൻ അർഹിക്കുന്നത് എന്നുള്ളൊരു ചോദ്യം മാത്രം ഇപ്പോഴും ബാക്കി. ഈ ഒരു ബന്ധത്തിലെ ചില കൈപ്പേറിയ അനുഭവങ്ങൾ കൊണ്ടായിരിക്കാം നിങ്ങൾ ഫിസിക്കലി ഒന്നും മാറിയിട്ടില്ല എങ്കിൽ തന്നെയും ഇമോഷണലി നിങ്ങൾ വാക്ക് അവേ ചെയ്യാൻ പഠിച്ചു എന്ന് കാണിക്കുന്നു. 3 ഓഫ് സോർഡ്സ് കാർഡ് സൂചിപ്പിക്കുന്നത് ഒരു ഡീപ്പായിട്ടുള്ളൊരു ഹാർട്ട് ബ്രേക്കിനെയാണ്. ഒരു നിരാശ, ഡിസപ്പോയിൻമെൻറ്റ്, ബിട്രയൽ, നെഗ്ലക്റ്റ്, തേർഡ് പാർട്ടി എനർജി, അൺഫുൾഫിൽഡ് ആയിട്ടുള്ള എക്സ്പെക്റ്റേഷൻ, ഇതിനെയെല്ലാം സൂചിപ്പിക്കുന്നു. 1-2 പ്രാവശ്യമല്ല നിങ്ങൾ ഹർട്ട് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ബന്ധത്തിൽ തുടർച്ചയായി ഹർട്ടായിക്കൊണ്ടേ ഇരിക്കുന്നു എന്ന് കാണിക്കുന്നു. നിങ്ങളത് പുറമേ കാണിക്കാതെ ഒരു സ്ട്രോങ് പേഴ്സണായിട്ട് ആക്ട് ചെയ്യുന്നതായിട്ടും കാണുന്നു. ഫ്രണ്ട്സിന് മുമ്പിലും ഫാമിലിക്ക് മുമ്പിലും ഒക്കെ നിങ്ങൾ സ്ട്രോങ് ആയിട്ട് കാണിച്ച് ഒരുപാട് ചിരിക്കുന്നുണ്ടെങ്കിൽ തന്നെ അകത്ത് വളരെ നിശബ്ദമായി കരയുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. ഏസ് ഓഫ് സോർഡ്സ് ഒരു അവേക്കനിങ് മൊമെൻ്റ് ആണ്. ഇപ്പോൾ നിങ്ങൾ തീരുമാനിക്കുന്നു, എനിക്ക് സത്യം വേണം, സത്യം അറിയണം. ഇത്രയും കാലം ഞാനൊരു ഇല്യൂഷൻ്റെ പുറയായിരുന്നുവെങ്കിൽ എനിക്കിനി അത് ആവശ്യമില്ല, സത്യം അറിഞ്ഞേ മതിയാകൂ. ഒരു ക്ലാരിറ്റി അന്വേഷിക്കുന്നു, ട്രൂത്ത്, അതുപോലെ തന്നെ ഹോണസ്റ്റ് ആയിട്ടുള്ള കോൺവെർസേഷൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഒരു ആൻസറാണ് നിങ്ങൾക്ക് ആവശ്യം. അവർ നിങ്ങളുടെ മുൻപിൽ നിന്നൊരു ഇല്യൂഷനൊക്കെ കാണിച്ചൊരു ഹാഫ് ആൻസേഴ്സ്, പകുതി മാത്രമൊക്കെ പറഞ്ഞ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഉള്ളിൽ ഒതുക്കി നടക്കുന്നു. ഇത്രയും നാളും അങ്ങനെ നടന്നിട്ടുണ്ടെങ്കിൽ ഇനി അത് വിലപ്പോവില്ല. നിങ്ങൾ സൈലൻസ് ആയിട്ടൊക്കെ ഇരിക്കുന്ന അവരുടെ ആ ഒരു എനർജിയെ സ്നേഹമായിട്ട് തെറ്റിദ്ധരിക്കുന്ന ഒരു കാലഘട്ടമൊക്കെ ഉണ്ടായിരുന്നു. ഇനി അത് ഉണ്ടാവില്ല. ചിലർക്കെങ്കിലും ഇത് ഒരു സെൽഫ് റെസ്പെക്റ്റ് അവേക്കനിങ് ഫേസ് ആയിട്ട് കാണുന്നു. നിങ്ങൾ നിങ്ങളുടെ മൂല്യം തിരിച്ചറിയുന്നു എന്ന്. അതായത് ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളൊരു 99% ആളുകളും 101% ഒരു ബന്ധത്തിൽ ഇൻവെസ്റ്റ് ചെയ്ത ആളുകളായിട്ടാണ് എനിക്കിവിടെ കാണാൻ സാധിക്കുന്നത്. പക്ഷേ നിങ്ങൾ കൊടുത്ത സ്നേഹത്തിന് നിങ്ങൾക്ക് നീതി ലഭിച്ചിട്ടില്ല എന്നും കാണുന്നു. ഇത് ഒരു നോ കോണ്ടാക്റ്റിലിരിക്കുന്നതോ അതല്ല എങ്കിൽ ഒരു വീട്ടിൽ തന്നെ താമസിച്ച് അന്യോന്യം മിണ്ടാതെ അകന്നിരിക്കുന്ന ദമ്പതികൾക്കിടയിലുള്ള എനർജിയോ ഒക്കെ സൂചിപ്പിക്കുന്നു. നിങ്ങളുടെ എനർജി നിങ്ങൾക്ക് റെസൊണേറ്റ് ആയിട്ടുണ്ടെങ്കിൽ തുടർന്നും നിങ്ങൾക്ക് കാണാം നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി എന്താണ്. ഫസ്റ്റ് കാർഡ് വന്നിരിക്കുന്നത് ദ വേൾഡ് കാർഡാണ്. അവർ ഉള്ളിലൊരു കംപ്ലീഷൻ തേടുന്ന ഒരു ആളായിട്ട് സൂചിപ്പിക്കുന്നു. ഒരു പെർഫെക്ഷനിസം, ഇമോഷണൽ ഫുൾഫിൽമെൻറ്റ്, പീസ്, ക്ലോഷ്യർ, നിങ്ങളോടൊപ്പമുള്ള കണക്ഷൻ ഇവരുടെ ജീവിതത്തിലെ ഒരു കാർമിക് ചാപ്റ്ററായിട്ട് കാണുന്നു. എത്രയൊക്കെ ബ്ലോക്ക് ചെയ്ത് പോയി എന്ന് പറയുമ്പോഴും നിങ്ങളെ കംപ്ലീറ്റ്ലി ഇഗ്നോർ ചെയ്യാനൊന്നും അവർക്ക് കഴിയുന്നില്ല. നിങ്ങൾ അവരുടെ ആ ഒരു സോൾ മെമ്മറിയിലൊക്കെ ഇപ്പോഴും ഉണ്ട്. നെക്സ്റ്റ് കാർഡ് നൈറ്റ് ഓഫ് വോൺസ് കാർഡാണ്. അവർ വളരെ ഇമ്പൾസീവായി, റെസ്റ്റ്ലെസ്സായി, ഒരു അൺപ്രഡിക്റ്റബിൾ ആയ രീതിയിലൊക്കെ ഇരിക്കുന്നു എന്ന് കാണിക്കുന്നു. അതായത് മൂഡ് സ്വിങ്സ് ഉണ്ട്. ഇന്നിപ്പോൾ ഒരു സന്തോഷമാണെങ്കിൽ കുറച്ചങ്ങോട്ട് മാറി ഒറ്റപ്പെട്ടതുപോലെ ഫീൽ ചെയ്യുക, സന്തോഷമില്ലാതെ സങ്കടപ്പെടുക, സഡൻ ക്ലോസ്നെസ് ഒക്കെ വരിക, സഡൻ വിഡ്രോവൽ ചെയ്യുക, ഈ ഒരു എനർജിയൊക്കെ കാണിക്കുന്നുണ്ട്. നിങ്ങളെ സങ്കടകരമായ ഒരു അവസ്ഥയിലേക്ക് തള്ളിയിട്ടതുകൊണ്ടാകാം ഇമോഷണലി അവർ ഒട്ടും സ്റ്റേബിൾ അല്ല എന്ന് കാണിക്കുന്നു. ചിലരുടെ എനർജി ഇത് നിങ്ങളുടെ അടുത്തേക്ക് വരുന്നുണ്ടാകാം, പക്ഷെ അവിടെ സ്റ്റേബിളായിട്ട് നിൽക്കുന്നില്ല, വീണ്ടും വിട്ടുപോകുന്നു. ഒരു ഇൻ ആൻഡ് ഔട്ട് എനർജി. അവർക്കിതൊരു ഇന്നർ കൺഫ്യൂഷനാണ്. നെക്സ്റ്റ് കാർഡ് നീതിയുടേതായ ദ ജഡ്ജ്മെൻറ്റ് കാർഡാണ്. ഒരു കാർമിക് അവേക്കനിങ് കാർഡ്. അതായത് നിങ്ങളുടെ വാല്യൂ ഇപ്പോൾ സ്ലോലി അവർ മനസ്സിലാക്കി തുടങ്ങുന്നു. ഒരു റിഗ്രഷനൊക്കെ തോന്നുന്നുണ്ട്, കുറ്റബോധം, റിയലൈസേഷൻ.
പാസ്റ്റിലുണ്ടായ ചില മിസ്റ്റേക്കുകളൊക്കെ ഓർത്ത് വിഷമിക്കുന്നു. അന്നത് വേണ്ടിയിരുന്നില്ല എന്നുള്ള തോന്നൽ. ഞാൻ അവളെ അല്ലെങ്കിൽ അവനെ ശരിക്കും മനസ്സിലാക്കിയിരുന്നോ, എൻ്റെ ഭാഗത്താണോ തെറ്റ് എന്നുള്ള ഒരു അവേക്കനിങ് ഒക്കെ അവർക്ക് വരുന്നതായിട്ട് കാണുന്നു. ദ ഫൂൾ കാർഡ് ഒരു ഫ്രഷ് സ്റ്റാർട്ടിനെ സൂചിപ്പിക്കുന്നു. ഒരു പുതിയതായിട്ട് തുടങ്ങാനുള്ള ആഗ്രഹം, ഒരു ന്യൂ ബിഗിനിങ് ഒക്കെ അവർക്ക് ആഗ്രഹമുണ്ട്. ഒരു സെക്കൻഡ് ചാൻസും കൂടെ അവർക്ക് കൊടുക്കാമായിരുന്നു. ഒരു ലീപ്പ് ഓഫ് ഫെയ്ത്ത്, അതുപോലെ തന്നെ ക്ലീൻ ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ് ഒക്കെ കാണിക്കുന്നുണ്ട്. അവർക്ക് നിങ്ങളോടൊപ്പം ഒരിക്കൽ കൂടി ഒരു 0 മുതൽ തുടങ്ങണമെന്നുള്ള ആഗ്രഹമൊക്കെ ഉണ്ട്. പക്ഷേ ഒരു ഇന്നർ ഭയം, ഞാൻ ഇത്രത്തോളം ഹർട്ടാക്കിയ ഒരു വ്യക്തിയോട് വീണ്ടും ചെന്നെന്ന് ക്ഷമ പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ അവർ അംഗീകരിക്കുമോ, എന്നെ ഇനി റിജക്റ്റ് ചെയ്യുമോ എന്നുള്ള ഒരു ഇന്നർ ഭയം. ഇങ്ങനെയുള്ള ആശങ്കകൾ കൊണ്ട് നിൽക്കുന്നത് കൊണ്ട് തന്നെ അവർക്കൊരു സീരിയസ് ആയിട്ടൊരു സ്റ്റെപ്പ് എടുക്കാൻ അവർ ഇപ്പോൾ തയ്യാറല്ല. ഈ ഒരു റീഡിങ്ങിൻ്റെ ഫ്യൂച്ചർ ഔട്ട്കം എന്താണെന്ന് ചോദിക്കുമ്പോൾ വന്നിരിക്കുന്ന കാർഡ് ക്യൂൻ ഓഫ് കപ്സ് ആണ്. വളരെ ഒരു ബ്യൂട്ടിഫുൾ കാർഡാണിത്. ഈ ഒരു ബന്ധത്തിൻ്റെ ഒരു അൾട്ടിമേറ്റ് ഡെസ്റ്റിനിയാണ് സൂചിപ്പിക്കുന്നത്. ഇത് നിങ്ങളുടെ എനർജിയാണ്. നിങ്ങൾ ഇമോഷണലായിട്ട് ഹീല് ചെയ്യാൻ പഠിച്ചു തുടങ്ങുന്നു. നിങ്ങൾ ക്ഷമിക്കാൻ പഠിക്കുന്നു. കമ്പാഷൻ, അതുപോലെ തന്നെ ഡീപ്പായിട്ടുള്ള അണ്ടർസ്റ്റാൻഡിങ് ഈ ഒരു ബന്ധത്തിൽ വരുന്നു. ഇവിടെ ഇപ്പോൾ ഈഗോ ഇല്ല, ഒരു പവർ സ്ട്രഗിൾ വരുന്നില്ല, ഒരു കൺട്രോൾ ഇല്ലാത്ത ഒരു അൺകണ്ടീഷണൽ ലവ് നിങ്ങളെ തേടിയെത്തുന്നു എന്ന് സൂചിപ്പിക്കുന്നു. നിങ്ങൾ തമ്മിലൊരു പ്യുവർ ഇമോഷണൽ ബോണ്ടിങ് വരുന്നു എന്ന് സൂചിപ്പിക്കുന്നു. നിങ്ങൾ ഇത്രയും കാലം ഒഴുക്കിയ ആ ഒരു കണ്ണീർ പുഞ്ചിരിയായി മാറുന്ന ഒരു സമയം, നിങ്ങളുടെ കൺഫ്യൂഷനൊക്കെ ക്ലാരിറ്റിയായി മാറുന്നു, നിങ്ങളുടെ പെയിൻ വിസ്ഡമായി മാറുന്ന കാഴ്ച. ഫുൾ മൂൺ ഗൈഡൻസിലേക്ക് പോകുമ്പോൾ ഈ ഒരു പൗർണമി ദിവസം നിങ്ങളോട് പറയുന്നത്, നിങ്ങളെ ഹർട്ട് ചെയ്തത് എന്താണോ അത് റിലീസ് ചെയ്യുക. നിങ്ങൾക്ക് സഹിക്കാനാകാത്ത ദുഃഖം തന്ന അവരോട് ഫൊർഗീവ് ചെയ്ത് കൊടുക്കാൻ പറ്റുമെങ്കിൽ ഫൊർഗീവ് ചെയ്ത് കൊടുക്കുക. എന്തിനാണെന്നറിയോ? അത് അവർക്ക് വേണ്ടിയിട്ടല്ല, നിങ്ങൾക്ക് വേണ്ടിയിട്ട്, നിങ്ങളുടെ എക്കാലത്തെയുമുള്ള സമാധാനത്തിന് വേണ്ടിയിട്ട്. ഫൊർഗീവ്നെസ് കൊടുത്തുകൊണ്ട് നിങ്ങൾ ഡിവൈൻ ടൈമിനെ ട്രസ്റ്റ് ചെയ്യുക, വിശ്വസിക്കുക. നിങ്ങളുടെ ഇപ്പോഴുള്ള ഈ ഒരു സഫറിങ് നിങ്ങളുടെ ഒരു പണിഷ്മെൻറ്റ് ഘട്ടമല്ല, ഇത് നിങ്ങളെ പ്രിപ്പയർ ചെയ്യുകയാണ്. നിങ്ങളുടെ ലവ് ഒരു നെക്സ്റ്റ് ലെവലിലേക്ക് കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ട്. ഇത്രയും നാളും നിങ്ങളുടെ ഈ ഒരു ലവ് ലൈഫിൽ ഒരു ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക് ഇല്ലായിരുന്നു എങ്കിൽ, നിങ്ങൾ മാത്രം കൊടുത്തുകൊണ്ടിരുന്നു എങ്കിൽ, നിങ്ങൾ മാത്രം സഫർ ചെയ്തുകൊണ്ടിരുന്നു എങ്കിൽ, ഇനി അതല്ല. അങ്ങനെ പോയാൽ പറ്റില്ല. യൂണിവേഴ്സ് ഒരിക്കലും നീതികേട് അംഗീകരിച്ചു കൊടുക്കില്ല. കണ്ടില്ലേ, ജഡ്ജ്മെൻറ്റ് കാർഡൊക്കെ വന്നിട്ടുണ്ട്. ശരിക്കും നീതി കിട്ടുന്ന ഒരു സമയമാണ്. അപ്പോൾ അതിലേക്ക് നിങ്ങളെ ഒരുക്കേണ്ടതുണ്ട്. ആ ഒരു ഘട്ടമായിട്ട് മനസ്സിലാക്കുക. യൂണിവേഴ്സ് നിങ്ങളോട് പറയുകയാണ്, നിങ്ങൾ ഒറ്റയ്ക്കല്ല, നിന്റെ കണ്ണുനീർ ഞാൻ കാണുന്നു, നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം വരുന്നു. നന്നായി ഒരു ഡീപ്പ് ബ്രെത്ത് എടുത്തതിന് ശേഷം നിങ്ങളുടെ ഹൃദയത്തിന് മുകളിൽ കൈകൾ വെച്ച് പറയൂ, ഞാൻ സ്നേഹത്തിനും സമാധാനത്തിനും സന്തോഷത്തിനും അർഹയാണ്, അല്ലെങ്കിൽ അർഹനാണ്. ഈ ഒരു ഫുൾ മൂൺ ഡേയിൽ തന്നെ നിങ്ങളുടെ ഈ ഒരു മാനിഫെസ്റ്റേഷൻ ദ മാക്സിമം ഇത് കാണുന്ന എല്ലാവർക്കും അത് ലഭിക്കുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. അപ്പോൾ നിങ്ങളോട് പറയാനുള്ളത്, പാസ്റ്റിലുള്ള ചില കാര്യങ്ങൾ അത് വിട്ട് കളയുക തന്നെ വേണം. ഇപ്പോഴും പ്രസൻറ്റിലേക്ക് അത് കൊണ്ടുവന്ന് ശരിക്കും ഹർട്ടായിക്കൊണ്ടിരിക്കുന്ന ആളുകളോടാണ് പറയുന്നത്. ഈ ഒരു പ്രസൻറ്റ് മാത്രമേ നമ്മുടെ കയ്യിലുള്ളൂ. പാസ്റ്റും അതുപോലെ തന്നെ ഫ്യൂച്ചറും നമ്മുടെ കയ്യിലില്ല. ഈ ഒരു പ്രസൻറ്റിൽ നിന്നുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന മാക്സിമം കാര്യങ്ങൾ ചെയ്തുകൊണ്ട് പഴയകാല തെറ്റുകളെല്ലാം തന്നെ തിരുത്തി ഒന്ന് ചേഞ്ചാക്കി അതൊന്ന് റിഫ്രഷ് ചെയ്ത് വീണ്ടും മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുമെങ്കിൽ ശരിക്കും നിങ്ങൾക്ക് വളരെ മനോഹരമായ ഒരു അനുഗ്രഹീതമായ ഒരു ഫ്യൂച്ചർ നിങ്ങൾക്കൊപ്പം തീർച്ചയായിട്ടും ഉണ്ടാകും. അപ്പോൾ ബ്യൂട്ടിഫുൾ സോൾസ്, ഇതൊക്കെയായിരുന്നു നിങ്ങൾക്കുള്ള ഡിവൈൻ മെസ്സേജസ് എന്ന് പറയുന്നത്. ഈ ഒരു റീഡിംഗ് നിങ്ങൾക്ക് റെസൊണേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പ്ലീസ് കമൻറ്റ് താങ്ക് യു യൂണിവേഴ്സ്. ഈ ഒരു റീഡിങ്ങിൽ പറഞ്ഞിട്ടുള്ള എല്ലാ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളും നിങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിലേക്ക് അട്രാക്റ്റ് ചെയ്യുക. നിങ്ങളെ വിഷമിപ്പിച്ചിട്ടുള്ളതും അല്ലെങ്കിൽ വിഷമിപ്പിച്ചുകൊണ്ടിരിക്കുന്നതുമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഈ ഒരു പ്രപഞ്ചശക്തിക്ക് മുമ്പിൽ സറണ്ടർ ചെയ്യുക. നിങ്ങൾ സറണ്ടർ ചെയ്തെങ്കിൽ മാത്രമേ ഈ ഒരു ഡിവൈന് അതിനൊരു ക്ലാരിറ്റി നിങ്ങൾക്ക് തന്ന് അനുഗ്രഹിക്കാൻ സാധിക്കുകയുള്ളൂ. അതുപോലെ തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. നിങ്ങളുടെ കരിയർ അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് സംബന്ധിച്ചിട്ടുള്ള നിർണായക തീരുമാനം എടുക്കേണ്ടുന്ന ഒരു ജീവിതഘട്ടമാണ് എങ്കിൽ തീർച്ചയായും നിങ്ങൾ ഒരു ടാരോട്ട് റീഡറിനെ സമീപിച്ചതിന് ശേഷം ഒരു പേഴ്സണൽ റീഡ് എടുക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. നിങ്ങളുടെ ജീവിതത്തിൽ കഴിഞ്ഞു പോയിട്ടുള്ളതും അതുപോലെ തന്നെ നടന്നുകൊണ്ടിരിക്കുന്നതും ഒരു നിയർ ഫ്യൂച്ചറിലുള്ള ഗൈഡൻസും എല്ലാം തന്ന് സഹായിക്കാൻ ഒരു ടാരോട്ട് റീഡർ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. എൻ്റെ പേഴ്സണൽ റീഡിങ്ങിനുള്ള നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്. പേഴ്സണൽ റീഡിംഗ് പേയ്മെൻ്റ് ഉണ്ട്. എൻ്റെ ദിവസേനയുള്ള പ്രാർത്ഥനകളിൽ നിങ്ങളുടെ പ്രാർത്ഥനകൾ ഉൾപ്പെടുത്തുന്നതിനായി നിങ്ങളുടെ പേരും നാളും അതല്ല എങ്കിൽ ജനിച്ച മാസവും ചേർത്ത് കമൻറ്റ് ചെയ്യുക. തീർച്ചയായും എൻ്റെ പ്രാർത്ഥനയിൽ നിങ്ങളെ ഉൾപ്പെടുത്തുന്നതായിരിക്കും. ഈ ഒരു റീഡിംഗ് കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവേഴ്സിന് എല്ലാവിധ അനുഗ്രഹങ്ങളും തന്ന് ബന്ധങ്ങളിൽ ഒരു ക്ലാരിറ്റിയൊക്കെ കൊണ്ടുവന്ന്
വിഷമിച്ചിരിക്കുന്ന നിങ്ങൾക്ക് ഒരു സന്തോഷപൂർണമായ ഒരു ജീവിതം തന്നനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രപഞ്ചശക്തിയോട് ഹൃദയം നിറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.